ആ ചെട്ടി 7 മേടിച്ചോണ്ടാ പുള്ളി പോയേ. 7 ചെട്ടി. അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു, എന്താ 7 ചെട്ടി? 7 ദിവസം മാറി മാറിയിടാൻ. ശ്രീനിജന് എന്നോട് ഭയങ്കര സ്നേഹ. നിങ്ങൾ ചിരിക്കേണ്ട, ഞാൻ കാര്യമാണ് പറയുന്നത്. കാരണം പുള്ളി കോൺഗ്രസിൽ നിന്ന് വിട്ട് കമ്മ്യൂണിസ്റ്റിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു സീറ്റ് തരില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം അവർ തന്നെ എഴുതിയതാണ് ദേശാഭിമാനിയിൽ. അപ്പോൾ പുള്ളിക്കൊരു ആശയക്കുഴപ്പമായി, സീറ്റ് കിട്ടുമോ കിട്ടൂലയോ. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ കാണാൻ വരിക. കാണാൻ വന്നത് എന്തിനാണെന്നറിയോ? 2020 സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പിന്നെ പുള്ളിയുടെ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം അതങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മാവിൻ്റെ ചോട്ടിൽ ഒരു പുള്ളി വന്ന് നിൽക്കുന്നു. വലിയൊരു കാറും കിടപ്പുണ്ട്. നോക്കിയപ്പോൾ ഈ മൂപ്പലാനാണ്. അപ്പോൾ പുള്ളി എൻ്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞു വന്നതാണ്. ഞാൻ ഒരാൾ അനുഗ്രഹം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെന്താ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒടുക്കത്തെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടത്. അവിടെ മത്സരിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദി എന്നോട് കാണിച്ചു എന്നുള്ളതാണ്. കാരണം അന്ന് വരെ എൻ്റെ ഫാക്ടറിയെ പറ്റി എല്ലാവരും പറഞ്ഞാ ഇവിടെ മുഴുവൻ മാലിന്യമാണ്, ഇത് നിയമവിരുദ്ധമായിട്ടാണ് മുഴുവൻ നടക്കുന്നത്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, സാബു അങ്ങനെ ഒരു ചീത്ത പേരുണ്ട്, എന്താ ചെയ്യേണ്ടത്? എൻ്റെ കയ്യിലൊരു പരിപാടിയുണ്ട്, ഞാൻ ചെയ്തോട്ടെ? നമ്മൾ തട്ടിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റെയ്ഡിന് വരികയാണ്. എല്ലാവരും റെയ്ഡ് ചെയ്യാം. ഓടി നടക്കുന്ന ഒരു 40 വണ്ടി വന്ന് കയറുന്നു, കയറി ഇറങ്ങി പരിശോധിക്കുന്നു. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ 12 പ്രാവശ്യം ഒരു മാസത്തിനുള്ളിൽ കയറി. അവസാനം എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞു, കിറ്റക്സില് യാതൊരു മാലിന്യവുമില്ല, ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നു. സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോ നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? നമ്മള് ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കളങ്കം നിലനിർത്തിയത് പുള്ളിയാണ്, എൻ്റെ സ്ഥാപനത്തിന്റെ കളങ്കം നിലനിർത്തിയതാണ്. അപ്പൊ നിങ്ങളിത് വിശ്വസിക്കില്ലായിരിക്കും, അത് സത്യമാണത്. ഇനി ഇത് നോക്ക്, നിങ്ങളിത് വിശ്വസിച്ചില്ലെങ്കിൽ പോട്ടെ. ഇപ്പൊ നാള് നിങ്ങൾക്കറിയാം US ടാരിഫ് ഏർപ്പെടുത്തി, എൻ്റെ പരിപാടി തുടർന്നു, ഭയങ്കര ഡ്യൂട്ടി, എല്ലാം അവിടെ കെട്ടിക്കിടക്കുക, ഒരു സാധനവും പോകുന്നില്ല. ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ, സാറേ എങ്ങനെയാ ജീവിക്കണെന്ന് ചോദിച്ച്? ഈ മനുഷ്യൻ മാത്രമേ വന്നുള്ളൂ. ഒരു സഞ്ചി എടുത്ത് വന്നേക്കാണ് അവിടെ വന്നിട്ട് എന്തിനാണെന്നറിയോ? സാധനം മേടിച്ചിട്ട് സഹായിക്കാൻ. എന്നിട്ട് ഇവരുടെ സഖാക്കൾ പറയുന്നത് എന്താണ്? ജെട്ടി സാബു എന്ന്. ആ ജെട്ടി 7 മേടിച്ചോണ്ടാ പുള്ളി പോയേ. 7 ചെട്ടി. അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു, എന്താ 7 ചെട്ടി? 7 ദിവസം മാറി മാറിയിടാൻ. ഇപ്പൊ MLA മേടിച്ചു, നേതാവ് മേടിച്ചല്ലോ ചെട്ടി. ഈ കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും ചെട്ടി മേടിച്ചാൽ ചൊറിച്ചില്ല. അതുകൊണ്ട് ഇവർക്കത് മേടിക്കുന്നതുകൊണ്ട് എന്നാൽ അത് കിട്ടലുമില്ല. അപ്പൊ ഒടുക്കത്തെ ആയിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഖാക്കളും സാബു ജേക്കബിന്റെ ജെട്ടിയായി ഇടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, കൈ വീശി വരുന്നത്. മറ്റെങ്ങനെ ഒരു കൈ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ശരിയല്ലേ? അപ്പോ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേ, നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരും വിശ്വസിക്കില്ല, അതാ പ്രശ്നം. ഞാൻ സത്യം വിളിച്ചു പറയുമ്പോൾ ആരും വിശ്വസിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പുള്ളി അവിടെ ഏതെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ നോക്ക്, അത് ഓരോ ദിവസം നോക്കി അറിയാം, ഓരോ കളറായിരിക്കും. പിന്നെ പുള്ളി വേറെ കാര്യം പറഞ്ഞു, സാബു നിങ്ങളെ പറ്റിയുള്ളൊരു ആക്ഷേപം എന്താണ്? നിങ്ങൾ ഈ റോഡുകൾ മുഴുവൻ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിയിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിയിട്ടുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോണേ PWD റോഡുണ്ടല്ലോ,
കിഴക്കമ്പലം പോനാശ്ശേരി റോഡ് അത് ഞാൻ ടാർ ചെയ്യാതെ അങ്ങോട്ട് ഇട്ടേക്കാം. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാലോ നമുക്ക്. അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റോഡ് ടാർ ചെയ്യില്ല. കാരണം എന്താ, ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റാ. എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തേക്കണേ പുള്ളി. ആ റോഡ് ടാർ ചെയ്യാതിട്ടേക്കണം, എന്നെ സഹായിക്കാൻ വേണ്ടിയാ. പിന്നെ ആർക്കും പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലാണ് റോഡുകളൊക്കെ ടാർ ചെയ്തേക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമ്മികൾക്ക് പറയാൻ പറ്റുമോ? കൊങ്ങികൾക്ക് പറയാൻ പറ്റുമോ? കാരണം ആ റോഡ് ടാർ ചെയ്തിട്ടില്ല, പുള്ളി എന്നെ സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ പോകും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. ഇപ്പൊ അടുത്ത ഇടയ്ക്ക് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. 2000 കോടി ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. ഇതിനു മുമ്പ് ഏതോ ഒരു പ്രസംഗത്തില് എനിക്ക് തോന്നുന്നു ജില്ലാ നേതാക്കന്മാർ വന്നപ്പോഴാന്ന് തോന്നുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു MLA ആണ് ശ്രീനിജൻ. 2000 കോടി രൂപയാണ് വികസനം നടത്തിയത് എന്ന്. എനിക്ക് ആകെ വിഷമായി, കാരണം എൻ്റെ സുഹൃത്തല്ലേ. അപ്പൊ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ 2000 കോടി രൂപ പുള്ളി വികസനം നടത്തിയിട്ട് വേറെ ആരോ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്ന എൻ്റെ വിചാരം, പുള്ളിനെ പറ്റിച്ചുകൊണ്ട്. കാരണം 2000 കോടി രൂപയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ നോക്കിയിട്ട് 2 രൂപയുടെ വികസനം പോലും കുന്നത്താടി കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പുള്ളി അടുത്ത വികസനം വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് വിഷമായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനെ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ 2000 പുള്ളിയെ ഇവിടുത്തെ സഖാക്കള് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞ് പറ്റിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആ പോസ്റ്റില് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീജൻ 2000 കോടി ക്ലബിലേക്ക്, നോക്ക്, 2000 കോടി ക്ലബിലേക്ക് കുന്നത്തുനാട് റെക്കോർഡ് വികസനവുമായിട്ട്. ഇപ്പോഴാ എനിക്കിത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ ഇത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നായിരുന്നേ. ഇപ്പോഴാ പിടി കിട്ടിയത്. ഇത് കുന്നത്തുനാട്ടിലേക്കല്ല വന്ന, ക്ലബിലേക്കാ പോയെന്ന് മനസ്സിലായത്. ഈ ക്ലബിൽ ആരാ ഉള്ളതെന്നറിയോ? പുള്ളിയുടെ അമ്മായിയമ്മ, പുള്ളിയുടെ അമ്മായിയപ്പൻ, പുള്ളിയുടെ ഭാര്യ. ആ ക്ലബിലേക്ക് 2000 കോടി പോയത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. അപ്പോ ശ്രീനിധനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു.